ഓഫീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പച്ചച്ചക്ക മിക്സിയിലൊന്ന് കറക്കിയെടുക്കുന്ന താമസം മാത്രം മതി നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല കളറുള്ള ചക്കയാണെങ്കിൽ നന്നായിട്ട് വിളഞ്ഞതാണ്, പഴുത്തല്ല, പച്ചച്ചക്ക തന്നെയാണ്. നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അതിനുവേണ്ടി ഞാൻ ചക്കച്ചുളയൊക്കെ കുരുവും ചവണിയും ഒക്കെ മാറ്റി നന്നാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുക്കാം. ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുക്കാം. പേസ്റ്റ് രൂപത്തിലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല, എന്നാൽ അത്യാവശ്യം അടിയും ചെയ്യണം. ആ രീതിയിൽ നമുക്ക് 2 ട്രിപ്പായിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ നന്നായിട്ട് പേസ്റ്റായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല, ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കണേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇത് കുറച്ച് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില കൈവശം ഉണ്ടെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാം നമുക്ക്. കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 2 ചെറിയ വെളുത്തുള്ളി ചതച്ചതാണ്. ഇത്തിരി കായപ്പൊടിയും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. കടലമാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവിന് പകരം നമുക്ക് വേണമെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. കടലമാവാണ് കൂടുതൽ ഹെൽത്തി. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമായ ഉപ്പും കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. നമ്മളൊട്ടും വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നന്നായിട്ട് ചക്ക അടിച്ചുകൊണ്ട് വന്നതിൻ്റെ നനവിലാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അല്പം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത അളവൊക്കെ കറക്റ്റാണ്. ഉപ്പൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ കുറച്ച് ബാലൻസ് വെച്ചായിരുന്നു, 2 ഫുള്ളായിട്ടങ്ങ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു. വിട്ടുപോയതാണ് കാശ്മീരി ചില്ലി. ഇനി ചേർത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. സ്പൂൺ വെച്ച് ഞാൻ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തായിരുന്നു. ഇങ്ങനെ കയ്യിൽ നനച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നോക്കിയായിരുന്നു, കറക്റ്റാണ്. ഒരു 5 മിനിറ്റ് സമയം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, മൂടി മാറ്റി വയ്ക്കാം. ഈ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കയ്യിൽ നനച്ചിട്ടുണ്ട്. നമുക്ക് ഉരുട്ടിയെടുക്കാം. റൗണ്ടിൽ പരത്തിയെടുക്കാം നമുക്ക്. നമുക്ക് റൗണ്ടിൽ നല്ലൊരു പരത്തിയെടുക്കാം. നേരിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അതിനിടയ്ക്ക് ഓയിൽ ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ അല്ലെങ്കിൽ എണ്ണയിലൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഹൈ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ചക്കപ്പുഴുക്കൊക്കെ അല്ലേ ഉണ്ടാക്കി കഴിക്കാറില്ല. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി ഇതവണമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ നമുക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. റെഡി ആവണം, നമുക്കൊന്ന് കോരിയെടുക്കാം.
ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാലൻസ് ഉള്ളത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എണ്ണയിലോട്ടിന്ന് മുരിയിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കും, കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് വരാൻ വേണ്ടി. അതിന് ശേഷമാണ് നമ്മൾ എടുക്കുകയുള്ളൂ. നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള പലഹാരം തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.